ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇന്നിപ്പോൾ റിൻഷി മോൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ സ്കൂള്. ഇവിടെ 3 പീക്കികളും പോയിട്ടില്ല. രണ്ടാൾ റജിവാക്ക് ഫാത്തിമാക്ക് പിന്നെ ഇന്ന് സ്കൂളിൽ നിന്ന് ടൂറ് പോകുക കേട്ടോ. അതുകൊണ്ട് പിന്നെ അവൾക്ക് ഇന്നില്ല ക്ലാസ്. റിൻഷി മോൾക്ക് റജിക്കുട്ടിക്ക് പനിയായിട്ട് പോയില്ല കേട്ടോ. അപ്പോൾ അവൾ പോകാണ്ടായപ്പോൾ റഹീസും പോയില്ല കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഞാൻ ചപ്പാത്തി ആയിട്ടോ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി മസാല, ഉരുളക്കിഴങ്ങ് മസാല ആയിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെപ്പോഴും വെക്കണ പോലെ തന്നെ കുക്കറിൽ അപ്പോൾ കുറച്ച് ചപ്പാത്തി തന്നെ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരിന്ന് 3 ലീവാണല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഇനി നനച്ചുള്ളിപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. കുറച്ചും കൂടി ഉണ്ടെങ്കിൽ പിന്നെ വാറാമ്പിലൊക്കെ ഒന്ന് തട്ടണം. ഇന്നലെ മിഞ്ഞാന്നൊക്കെ തിരിച്ചൊക്കെ തട്ടി. പിന്നെ ജനലുകളൊക്കെ ഞാൻ അത്യാവശ്യം കുറച്ച് തുടച്ചു. ഡെയിലി പിന്നെ അടിക്കലും തുടക്കലും പിന്നെ ഒന്നരാടം ഉണ്ടല്ലോ, ഡെയിലി അടിക്കും ഒന്നരാടം തുടക്കും. അപ്പോൾ നമ്മുടെ പാത്തുമ്മക്കുട്ടിക്ക് ചപ്പാത്തി കൊടുത്തപ്പോൾ അവൾ കുറച്ചൊക്കെ അതിൽ പിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മുടെ അണ്ണാൻകുഞ്ഞ് വരും. പിന്നെ അണ്ണാൻകുഞ്ഞ് 2 ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പോൾ ആ മുളയൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ നിറയെ മുള നമ്മുടെ സീറ്റിലേക്ക് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ വന്ന് കുറച്ച് വെട്ടിയപ്പോൾ നമ്മുടെ അണ്ണാൻകുഞ്ഞിന് വരാൻ പറ്റാണ്ടായിട്ടോ. എന്നാലും വരും, നമ്മളെന്തെങ്കിലും കഴിക്കാട്ട് കൊടുത്താലൊക്കെ ഇങ്ങനെ വരും കേട്ടോ. പിന്നെ ഞാനിത് അവിടെ ഒന്ന് അടിച്ച് വരാം കേട്ടോ. ഇത് പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്നതല്ലേ, എല്ലാം അവിടെ അടിച്ചു വിടണം. പിന്നെ ഇന്നൊന്ന് തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം തുടക്കും. എന്നാലും നമ്മൾ തുടച്ചിട്ടാൽ പിന്നെ വൃത്തിയായി കിടക്കും. അല്ലെങ്കിൽ കറായൊക്കെ വേഗം അറിയും കേട്ടോ. അപ്പോൾ ഞാൻ ജനലൊക്കെ ഒന്ന് തട്ടിക്കുട്ടി നനഞ്ഞ തുണിയും കൊണ്ടൊക്കെ ഒന്ന് തുടച്ചു. അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ പുതിയ വീടായതുകൊണ്ട് പിന്നെ അത്ര വാറാമലയൊന്നും ഇല്ല, ചെറുതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ റിയാസ്ക വാറാമല അടുപ്പിച്ചു കേട്ടോ. റിയാസ്ഖാനെ കൊണ്ട് ആണുങ്ങൾ അടിച്ചാൽ വേഗം വരില്ല എന്നൊക്കെ പറയുന്നതൊക്കെ. അങ്ങനെ ഞാൻ ഒരു കയ്യിൽ ഫോണും വെച്ചിട്ടാട്ടോ അങ്ങനെ അടിച്ചു വരുന്നത്. അതാണ് ഇങ്ങനെ അടിച്ചു വരുന്നത്. പിന്നെ അവരൊക്കെ കളിക്കുകയാണ് അവിടെ. കുട്ടികൾ കൊച്ചു TV നോക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തുടക്കണം. തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് ഇത്തിരി അടിക്കലും തുടക്കലൊക്കെ ഉള്ളത് കൊണ്ട് തട്ടലൊക്കെ ഉള്ളത് കൊണ്ട് കുളി ഇത്തിരി നേരം വഴുകി കേട്ടോ. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ റൂമും നമ്മുടെ ഹാളും എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ബാത്റൂമിൻ്റെ ആ ഭാഗം അവിടെ പിന്നെ അങ്ങനെ ചൊട്ടിയിട്ട ഭാഗം അങ്ങനെ പൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഭാഗം വൃത്തിയാക്കും, പിന്നെ ഒരു ഭാഗം ആകെ വൃത്തികേടാക്കുന്നുണ്ട് മക്കൾ. പിന്നെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടി ചെയ്യണേ പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി കുളിച്ചു കൂട്ടാം. കുളിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു അടിപൊളി ഒരു ഉന്മേഷം വരും. അല്ലെങ്കിൽ നേരത്തെ കുളിക്കണമെന്ന് കുറച്ച് വൈകി കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ എപ്പോഴും മുഖത്തൊരു ഫേസ് വാഷ് ഇടും കേട്ടോ, നമ്മുടെ ഹിമാലയൻ്റെ. അപ്പോൾ അത് വാങ്ങിക്കണം. അപ്പോൾ ഞാൻ എപ്പോൾ കുളിച്ച് കഴിഞ്ഞാലും ഇത്തിരി തേക്കൂട്ടാം മുഖത്ത്. അപ്പോൾ നമുക്ക് മുഖത്ത് ഇപ്പോൾ നല്ല കാറ്റും ചൂടൊക്കെ ആയിട്ട് കാറ്റും ഇതൊക്കെ ആയിട്ട് ഒരു ജാതി വരണ്ട പോലെ ആയിരിക്കില്ലേ. അപ്പോൾ നമ്മൾ സോപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുഖമൊക്കെ എന്തോ പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് തന്നെ കേട്ടോ തേക്കൽ എപ്പോഴും. കുളിക്കുന്ന സമയം കുളി കഴിഞ്ഞ് വന്ന് ഇത് തേക്കൂട്ടോ. അപ്പോൾ ഹിമാലയൻ്റെ ഒരു ഫേസ് ഇതാണ് കേട്ടോ. വാഷ് ചെയ്യണതല്ല, നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് തേക്കുന്നതാണ് കേട്ടോ. കമ്പനി വന്നിട്ട് ഹിമാലയൻ്റെയാണ് ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ അത് തേക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ടുണ്ടാവും. അത്യാവശ്യം നമുക്ക് വൈറ്റ്നെസ് കിട്ടാനും നല്ലൊരു ഇതാട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നത് ഞാനത് പിന്നെ എല്ലാവരും ഒന്ന് തേക്കും. കയ്യിൽ മുഖത്ത് തേച്ച് ബാക്കി ഇങ്ങനെ കയ്യിലൊക്കെ ഒന്ന് തേച്ച് വിടും കേട്ടോ. കഴുത്തിലും കയ്യിലൊക്കെ ഒന്ന് തേച്ച് വിടും. അപ്പോൾ നമുക്കൊരു ഇത് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പിന്നെ മുടിയിൽ തേക്കുന്നത് മറ്റേ വേറൊരു ഓയിലാട്ടോ, നവരത്നൻ്റെയാണ് തേച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ മുടി കൊഴിച്ചലും ഈ തൈറോയിഡൊക്കെ ഉള്ളതുകൊണ്ട് ഈ മുടി ഇങ്ങനെ കൊഴിയും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആയുർവേദിക്കിൻ്റെ ഒരു ഹെയർ ഓയിൽ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ആർക്കെങ്കിലും ഇങ്ങനെ മുടി കൊഴിച്ചൽ, താരൻ, അകാലനര, മുടി വളരാൻ ഒക്കെ നല്ലൊരു ഹെയർ ഓയിൽ കേട്ടോ. അപ്പോൾ കാണണമെന്ന് പറയണമെങ്കിൽ ഞാൻ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ അത് കാണിക്കുക. അതും അതിൻ്റെ കൂടെ ഒരു ഷാമ്പൂ വരുന്നുണ്ട് കേട്ടോ.
നല്ല മുടി കൊഴിച്ചിൽ നിൽക്കാനും വളരാനും കുഞ്ഞു തെഴുത്ത് വളരും കേട്ടോ മുടികളൊക്കെ. അത് തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു മാസമായി തേക്കാൻ തുടങ്ങുമ്പോൾ നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട്. ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് പറയുകയാണെങ്കിൽ ഞാൻ ഹെയർ ഓയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു യൂസ്ഫുള്ളാണ് ഹെയർ ലിക്ക് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഷാമ്പു വരുന്നത് വന്നിട്ട് നമ്മുടെ കറ്റാർവാഴൻ്റെ ഒരു ഷാമ്പു കേട്ടോ. മണമൊന്നും ഉണ്ടാവില്ല, എന്നാലും നല്ല അത്യാവശ്യം പതമുണ്ട്. പക്ഷെ അത് കറ്റാർവാഴ മാത്രം കേട്ടോ അതിൽ ഉപയോഗിക്കണത് അവർ. പിന്നെ നമുക്ക് വേറെ ഏത് ഷാമ്പു ഉപയോഗിക്കാനും പറ്റില്ല, അത് തേക്കണം. അത് ആ എണ്ണ തേച്ചാൽ അതെന്നെ തേക്കണം. ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ആ എണ്ണ തേക്കണം കേട്ടോ. എന്നിട്ട് ആ ഷാമ്പു ഇട്ട് കുളിക്കണം. പിന്നെ നമുക്കത് ആ ഷാമ്പു ഇല്ല എന്ന് പറഞ്ഞാൽ മാത്രം നമ്മുടെ ചെമ്പരത്തി താളി ഉണ്ടല്ലോ അത് ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ ആർക്കും വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ ഹെയർ ഓയിൽ കാണിക്കാം, കമൻറ്റ് ഇട്ടാൽ മതി. ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി, എന്നാലും നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ അടിച്ചു വരുമ്പോൾ നല്ല മുടി കൊഴിയും കേട്ടോ. തുടക്കുമ്പോഴൊക്കെ വെറും മുടി തന്നെ ആയിരിക്കും. ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത്ര മുടിയൊന്നും കാണാനില്ല. അപ്പം നല്ല കൊഴിച്ചിലൊക്കെ നിൽക്കാനുള്ള നല്ലൊരു ഹെയർ ഓയിലാണ് കേട്ടോ. ഹെയർ ലിക്ക് എന്നാണ് പേര്. ഹെയർ ലിക്കിൻ്റെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലൊക്കെ പരസ്യം കാണിക്കുന്ന ഒരു വീഡിയോ. നല്ലൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാനിന്ന് കറി വെക്കണത് ചീര കേട്ടോ. ചീര തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിത് നമ്മുടെ അടുത്തുള്ളൊരു മുത്തശ്ശി കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അതൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ ഇത് ഇങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം വെച്ചിട്ട് ഇത്തിരി തേങ്ങൻ്റെ ചെറുവിയതൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ കറി ഇതാണ് കേട്ടോ. പിന്നെ ഇന്നലെ രസം വെച്ചതുണ്ട്. അപ്പോൾ രസം ഇത് കീര തോരനും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ റിയാസ്ക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാൻ വരും. അപ്പോൾ ചപ്പാത്തി മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്നൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കറി വെക്കാം. ചോറിന് വെള്ളം വെച്ച് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇവിടുന്ന് വെന്തോളും. അതിന് നമുക്ക് ഇതൊന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് നമ്മൾ അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചോറ് തിളച്ചു നോക്കാൻ വേണ്ടി പോവുക കേട്ടോ. ഞാൻ റിയാസ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ ചോറ് ഞാൻ തിളച്ചിട്ട് അങ്ങനെ ഓഫാക്കിയിട്ട് കേട്ടോ. അങ്ങനെ ഇരുന്ന് വെന്തോളും. അപ്പോൾ ഞാൻ കുറച്ച് തുണികളുണ്ടായിരുന്നു അലക്കാൻ, ഒന്നരാടം തുണികളുണ്ടാവും അലക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചത് കേട്ടോ. നമുക്ക് മുകളിൽ തന്നെ ഒക്കെ ഇടണം കേട്ടോ. താഴത്ത് ഞാൻ തുണികളിടാനൊന്നും പോകില്ല. അയലൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ ഉള്ള അയൽ ഞാൻ അങ്ങനെ ഇടും കേട്ടോ. പിന്നെ മുകളിലൊന്നും നമുക്ക് പിന്നെ തുണിയിടാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ റിയാസ്ക്ക് എന്നാൽ കഴിച്ചിട്ട് ഫാത്തിമക്കുട്ടിനെ കൊഞ്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ കുറച്ച് തുണികൾ ഉണങ്ങാനിടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി കേട്ടോ. ചോറൊന്ന് മാറ്റണം, പിന്നെ നമ്മുടെ തോരനൊന്ന് വെക്കണം, പിന്നെ ഇന്നലത്തെ രസമുണ്ട്. അപ്പോൾ ഒന്ന് അങ്ങനെയൊക്കെ പോട്ടെ വിചാരിച്ചു. പിന്നെ നമ്മൾ മുത്തുമ്മാൻ്റെ മുകളിൽ നിന്ന് വാങ്ങിയ കയ്പ്പക്കച്ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ടല്ലോ, പിന്നെ പപ്പടവും ഉണ്ട്. അപ്പോൾ അതൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ റെജിക്കുട്ടിക്കും റൈസ്കുട്ടിക്കും പിന്നെ ചാറൊന്നും വേണ്ട കേട്ടോ. അവർ പിന്നെ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ വീത്തി പപ്പടമൊക്കെ കൂട്ടി കഴിക്കും. അപ്പം ഞാൻ പിന്നെ അധികം വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ നമ്മുടെ തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്, ചോറും മാറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം.